ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ സിനിമാ താരങ്ങൾ പോളിംഗ് ബൂത്തുകളിലെത്തി സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. കുടുംബസമേതമാണ് മിക്ക താരങ്ങളും എത്തിയത്. ഇത്തവണ NDA സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സുരേഷ് ഗോപിയും കൃഷ്ണകുമാറും കുടുംബസമേതമെത്തി വോട്ടുകൾ രേഖപ്പെടുത്തി. എങ്ങനെയാ നടക്കാൻ പോണെന്ന് ഇന്ന് കണ്ടിട്ട് പറയാം. ആദ്യമായിട്ട് എനിക്കറിയാൻ പറ്റും. വോട്ട് കൊല്ലത്ത് പോയിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ്. കലാശക്കൊട്ട് ഞാൻ പോയില്ല, ബട്ട് ഫോട്ടോസൊക്കെ കണ്ടു. ഇത്രയും വലിയ എന്താ പറയുക സംഭവമായിരുന്നു, ഇത്രയും ആൾക്കാരെ കാണുമെന്ന് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഒരു എന്താ പറയുക, ആ ഒരു ആഘോഷവും അച്ഛൻ ഒരു സാധനത്തിൻ്റെ മേളിലൊക്കെ നിന്ന് പോയത് നല്ല രസമായിരുന്നു. അച്ഛൻ്റെ ഇലക്ഷൻ എല്ലാം അവിടെ പ്രവർത്തനമൊക്കെ നന്നായി പോയി. നമ്മളൊരു 1-2 ദിവസം പോയിരുന്നു. അപ്പം അന്നാണ് നമുക്ക് മനസ്സിലായത് ഈ ക്യാമ്പയിനിങ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണ്. നല്ല വെയിലത്ത് വെയിലും കൂടി എല്ലാം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കണം. അപ്പോൾ നല്ല എഫേർട്ടുള്ള പണിയാണ്. അച്ഛൻ്റെ എഫേർട്ടിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കും. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സമ്മതിദായക അവരുടെ ഹൃദയസ്പർശം അവരുടെ വിരൽ തുമ്പിലൂടെ താമരയെ തൊട്ടുമർത്തി തൃശ്ശൂരും അതുവഴി കേരളത്തെയും വിരിയിക്കും എന്ന ആത്മവിശ്വാസം മാത്രമാണ്. അതിൽ കൂടുതലൊന്നും ഇന്നൊരു പ്രചരണത്തിനായി ഞാൻ ഉപയോഗിക്കാൻ പാടില്ല. സന്തോഷം. എനിക്ക് വേണ്ടി എനിക്ക് ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യാനുള്ള അവസരം. തിരുവനന്തപുരത്ത് രാവിലെ 7 മണിക്ക് തന്നെ നടി മേനകയും ഭർത്താവും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്തു. തിരുവനന്തപുരത്ത് 100% മാറ്റം ഉണ്ടാവും, യാതൊരു സംശയവും. ശരി, അതിന് സംശയം എന്താണ്? എന്തായാലും 15 കൊല്ലം ഒരാൾ ഇവിടെ MP ആയിട്ടിരുന്നിട്ട് ഒരു ചുക്കും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ ആൾ വന്നിട്ട് അത് വരുമ്പോഴത്തേക്ക് അതിന് വലിയൊരു സ്വീകാര്യതയുണ്ട്. തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, കേരളത്തിനകത്ത് പല സ്ഥലത്തും താമര എടുക്കുന്നത്. ശരിയായ ആളെ തിരഞ്ഞെടുക്കാൻ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് സിനിമാ താരവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വീപ് പ്രോഗ്രാം കേരള ബ്രാൻഡ് അംബാസിഡറുമായ ടൊവിനോ തോമസ് പറഞ്ഞു. ഇരിങ്ങാലക്കുട ഗേൾസ് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു താരം. അതായത് നമുക്ക് ആകെ കുറച്ച് ഓപ്ഷൻസേ കിട്ടുന്നുള്ളൂ. അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട് ആകുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത് ഇങ്ങനെ ഓപ്ഷനുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക. നമ്മളുടെയും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെയും ഒക്കെ ഗുണത്തിനും വെൽബീയിങ്ങിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. മികച്ച രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കായി വോട്ട് ചെയ്യണമെന്ന് നടൻ ആസിഫ് അലി അഭിപ്രായപ്പെട്ടു. കൂടാതെ മാറ്റത്തിനായി വോട്ട് ചെയ്യണമെന്ന് നടി അന്ന രാജനും പ്രതികരിച്ചു. സമ്മതിദാനാവകാശം നിർവഹിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരുടെയും കടമയാണ്. നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ മാറി നിന്ന് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ പറയാനോ ഒക്കെ പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യാൻ വരണം. ഇപ്പം നമ്മൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇത്രയും വലിയൊരു അറ്റൻഷൻ കിട്ടുന്നത് തന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. മടി പിടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ചൂട് കാരണം വോട്ട് ചെയ്യാൻ വൈകുന്നവർ എന്നൊക്കെ പറയുന്നവർക്ക് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ കടമയാണ്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. ആലുവയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു താരം. കുടുംബസമേതമെത്തി അഹാന കൃഷ്ണകുമാർ വോട്ട് രേഖപ്പെടുത്തി. എറണാകുളത്ത് ഹരിശ്രീ അശോകനും ഫഹദ് ഫാസിലും പിതാവും കുഞ്ചാക്കോ ബോബനും ആലപ്പുഴയിലും വോട്ട് രേഖപ്പെടുത്തി. അതേസമയം ശ്രീനിവാസൻ കണ്ണൂരിലും സത്യൻ അന്തിക്കാട് തൃശ്ശൂരിലും ഷാജി കൈലാസും കുടുംബവും തിരുവനന്തപുരത്തും ജോയ് മാത്യു കോഴിക്കോടും വോട്ടുകൾ രേഖപ്പെടുത്തി.